الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباب، أوصيكم وإياي أولا بتقوى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فقال إني ذاهب إلى ربي سيهدين رب هب لي من الصالحين فبشرناه بغلام حليم فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين فلما أسلما وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين وفديناه بذبح عظيم وتركنا عليه في الآخرين سلام على إبراهيم كذلك نجزي المحسنين إنه من عبادنا المؤمنين. صدق الله العظيم. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് നമ്മളെ പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആഗോള മുസ്ലിം ലോകം ഹജ്ജിൻ്റെ തിരക്കിലാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയുന്നതാണ്. നമ്മുടെ നാട്ടിൽ നിന്നും ലക്ഷത്തിലധികം ആളുകൾ ആ പുണ്യകർമ്മത്തിന് വേണ്ടി പരിശുദ്ധ ഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആരാധനാകർമ്മങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. എല്ലാ വർഷവും ആവർത്തിച്ചു വരുന്നുണ്ട്, നമ്മളത് സ്ഥിരമായി കരുതുന്നുണ്ട്. ഹജ്ജ് ഒരു പ്രതീകാത്മകമായ ഒരാരാധനയാണ്. പ്രത്യക്ഷത്തിൽ വലിയ അർത്ഥമൊന്നും കാണാത്ത കുറേ പ്രക്രിയകളുടെ ഒരു സമാഹാരമാണ് ഹജ്ജ്. പ്രധാനപ്പെട്ട ഒരു മന്ദിരത്തിൻ്റെ ചുറ്റിലും ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കറങ്ങുക, രണ്ട് മലകൾക്കിടയിൽ ഓടുക, പിന്നെ കല്ലെറിയുക, കുടിയെടുക്കുക, ബലികർമ്മം നടത്തുക, അങ്ങനെ ഒരുപാട് സംഗതികൾ ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പുറമേ നിന്ന് നോക്കുന്ന ഒരാളിന് അതിൽ യഥാർത്ഥത്തിൽ വലിയ അർത്ഥം സാധാരണഗതിയിൽ കാണാൻ കഴിയും. പക്ഷെ അത് ഓരോന്നും വളരെ ആഴത്തിലുള്ള അർത്ഥതലങ്ങളിലുള്ള പ്രതീകാത്മകങ്ങളായ സംഭവങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് അത് നമുക്ക് നിശ്ചയിച്ചത്. മനുഷ്യാരംഭം മുതൽ ആരാധനാക്രമങ്ങളുണ്ട്. മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മലക്കുകൾ ആരാധനകൾ നടത്തിയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബൈത്തുൽ മഅമൂർ, ഏഴാനാകാശത്ത് മലക്കുകൾ ആരാധിക്കുന്ന ഒരു സ്ഥലമുണ്ട്, വൽ ബൈത്തുൽ മഅമൂർ. ആ ബൈത്തുൽ മഅമൂറിന്റെ അതേ ഛായയിൽ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുത്തതാണ് കഅബാലയം. അത് ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയമാണ് എന്ന് ഇന്ന അവ്വല ബൈത്തുൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത, ബക്ക എന്ന് പറഞ്ഞ പഴയ മക്കയുടെ പഴയ പേരാണ്. അപ്പൊ ആദം നബി അലൈഹിസ്സലാം മുതൽ
ആരാധനാക്രമങ്ങൾ നടത്തിയിരുന്നു, ഹജ്ജ് ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഹജ്ജ് സത്യവിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ സംഗതിയാണ്. അതിൽ ഒരുപാട് സംഗതികൾ അല്ലാഹു തആല ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് സംഗതികളുമായി, പ്രായോഗിക ജീവിതത്തിൽ ഒരുപാട് സംഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹജ്ജ്. സത്യവിശ്വാസ ചരിത്രവും മനുഷ്യന്റെ ചരിത്രം കൊണ്ട് തുടങ്ങണം. ആദ്യ മനുഷ്യൻ ആദം സത്യവിശ്വാസിയായിരുന്നു, പിന്നെ വന്ന ഹവ്വയും സത്യവിശ്വാസിയായിരുന്നു. ആദിമ കുടുംബവും സത്യവിശ്വാസികളായിരുന്നു. ആ കുടുംബത്തിൽ പിന്നെ തെറിച്ച സന്താനങ്ങളുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും വഴിതെറ്റി പോകുമ്പോൾ അവരെ നേരെയാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസത്തിന്റെ പാരമ്പര്യം നിലനിർത്തിയിരുന്നു പ്രവാചകന്മാരിലൂടെ. എല്ലാ പ്രവാചകന്മാരും സത്യവിശ്വാസത്തിന്റെ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി ആരാധനാക്രമങ്ങൾ അനുഷ്ഠിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരമായിരുന്നു. പിന്നുള്ളത് അവൻ സമ്പാദിക്കുന്നതിൽ നിന്ന് ചെലവഴിക്കുന്ന സംഗതിയായിരുന്നു. പിന്നുള്ളത് അവൻ അല്ലാഹുവിന് വേണ്ടി ആഹാരങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നതായിരുന്നു. മറ്റൊന്ന്, ഇതെല്ലാ സമൂഹങ്ങൾക്കും ഉണ്ടായിരുന്നതാണ്. വിവിധ രീതിയിൽ വിവിധ ലോകത്തിലായിരുന്നു എന്നുള്ളതാണ്. എല്ലാ പ്രതിനിധികളും ഒരിക്കലും ഒരു സ്ഥലത്ത് സമ്മേളിക്കും. ആ സമ്മേളനത്തിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ അവൻ്റേതായി പ്രത്യേകമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ശുഭ്രവസ്ത്രങ്ങൾ നമ്മൾ ധരിക്കും. എല്ലാ അടയാളങ്ങളും വെള്ളി നൽകിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരുമിച്ച് കൂടുന്നത് എന്നുള്ളതാണ്. ഭാഷയുടെയോ ജാതിയുടെയോ വർഗത്തിൻ്റെയോ സ്ഥാനത്തിൻ്റെയോ പണത്തിൻ്റെയോ പദവിയുടെയോ ഒരു ചിഹ്നവും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, എങ്കിൽ ഹജ്ജാവില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഭൗതിക പ്രതീകം മാത്രമാണ് ആ വസ്ത്രധാരണം. വേണ്ടത് ഉള്ളിലാണ്. ഹജ്ജ് യഥാർത്ഥത്തിൽ എല്ലാ ആരാധനാക്രമങ്ങൾ പോലെ ഹജ്ജും ആത്മാവിലാണ് ഹജ്ജ്. ശരീരത്തിൻ്റെതല്ല ഹജ്ജ്, ആത്മാവിൻ്റെതാണ് ഹജ്ജ്. നമസ്കാരവും അതുപോലെ തന്നെയാണ്. മനസ്സിലാണ് നമസ്കാരം. ശരീരം അതിന് സൗകര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. കൈ കെട്ടിയിരിക്കുന്നു. അതായത് ശരീരത്തിൽ മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള കെട്ടാണ്. കെട്ടിയില്ലെങ്കിൽ ഇങ്ങനെ അടക്കി ഇങ്ങനെ വെക്കണം. മാലിക്കി ഇമാമിന്റെ അനുയായികൾ കൈകെട്ടാറില്ല, അങ്ങനെ കാണിച്ചിട്ടും നടക്കല്ല. അപ്പൊ അവിടെ ശരീരം ഒരു പ്രത്യേക സ്ഥലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ പാടില്ല. വളരെ ചിട്ടയോടുകൂടി നിൽക്കണം. തിരിഞ്ഞു നോക്കുന്നത് പോലും ഇൻഡിസിപ്ലിനാണ് എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് ശരീരം. അപ്പൊ ഇത്ര വളരെ കർക്കശമായിട്ടാണ് അതിന്റെ ഡിസിപ്ലിൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പാലിപ്പിക്കുന്നത്. കാൽപാദങ്ങൾ വെക്കുമ്പോൾ അതിൽ തുച്ഛമായ ശരിയാവണമെന്ന് തസ്വിയത്ത് സുഫൂഫ്. നമസ്കാരത്തിന്റെ സഫ് പോലും നമസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണെന്ന് പറയുന്നത്. എല്ലാ ആരാധനാക്രമങ്ങൾക്കും അതിൻ്റെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അതിന്റെ ഡിസിപ്ലിൻ പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ, ശരീരത്തിലോ മനസ്സിലോ അതിന്റെ അച്ചടക്കം പാലിക്കാതിരുന്നാൽ ഒരിക്കലും അത് ആരാധനയാവില്ല എന്നതാണ്. അപ്പൊ നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ഹജ്ജൊക്കെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെട്ട രീതിയിൽ തന്നെ ആവുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട ആദനബിയുടെ കഥ നമുക്ക് കൂടുതൽ അറിയില്ല. മുൻകാലങ്ങളിൽ അത് പറഞ്ഞു. ഹജ്ജുമായി ബന്ധപ്പെട്ട മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കഥയാണ് നമുക്കെല്ലാം രോമാഞ്ചജനകമായ കഥ. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ത്യാഗത്തിന്റെ കഥയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. ജീവിതത്തിൽ മനുഷ്യന് രണ്ട് തരം അനുഭവങ്ങളാണ്. സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ആനന്ദത്തിന്റെയും ദുഃഖത്തിന്റെയും വേദനയുടെയും പ്രയാസങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും. പ്രത്യക്ഷത്തിൽ ഇത് രണ്ടും നമുക്ക് മാറ്റി നിർത്താം. കുറെ സന്തോഷം, കുറെ ദുഃഖം. പക്ഷെ പല സന്തോഷങ്ങളും പിന്നീട് ദുഃഖ കാരണങ്ങളോ ദുഃഖ സാന്ദ്രമായി മാറാറുണ്ട്. പല ദുഃഖങ്ങളും പിന്നീട് അനന്തമായ സന്തോഷത്തിൻ്റെതാവാറുണ്ട്. അധികവും മനുഷ്യനെപ്പോഴും എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ സന്തോഷം ഉണ്ടായി, അങ്ങനെ ഉണ്ടായി, പൈസ കിട്ടി, അങ്ങനെ കിട്ടി, ജോലി കിട്ടി എന്നൊക്കെ പറയുന്നതിന് മനുഷ്യൻ താല്പര്യം. എൻ്റെ കുട്ടി ഈ വേദനയാണ്, മറ്റേ കുട്ടിക്ക് അസുഖമാണ്, ഈ കുട്ടിക്ക് പ്രശ്നമാണ്, മറ്റേ സാമ്പത്തികമായ കഷ്ടപ്പാടാണ്, കച്ചവടത്തിൽ നഷ്ടങ്ങൾ നിൽക്കുന്നു എന്ന് പറയുന്ന, അതായത് വേദനകളുടെ, ദുഃഖങ്ങളുടെ, പ്രയാസങ്ങളുടെ ഒരു അത് പറച്ചിൽ, ഒരു സമാഹാരം. അതാണ് ജീവിതത്തിൽ എപ്പോഴും മുഴച്ചു നിൽക്കുന്നതാണ്. വളരെ വേർതിരിച്ച് മനസ്സിലാക്കണം. പക്ഷെ ഈ വേദനകളെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വെച്ചാൽ നിത്യാനന്ദത്തിൻ്റെതാകുമെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ബലിയാണ്. നമ്മൾ ഒതുക്കിയത്തും ബലിയൊക്കെ പറഞ്ഞു. പക്ഷെ എന്താണ് ബലി? അതിന്റെ ആന്തരാർത്ഥം എന്താണ്?
ബലിയാണ് എന്നുള്ളതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്മരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് റസൂലിന് മാത്രമല്ല, ഈസാ നബി ആയാലും മൂസ നബി ആയാലും ഇബ്രാഹിം നബിക്ക് ശേഷം വന്ന എല്ലാ ആളുകളും ഈ ബലിയുമായി ബന്ധപ്പെട്ട സ്മരണ നിലനിർത്തുന്നവരാണ്. ആധുനിക ജൂത, ക്രൈസ്തവ, മുസ്ലിം സമൂഹങ്ങളുടെ മഹാനായ പ്രപിതാവാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇസ്രായേൽ മുസ്ലിങ്ങളുടെ ശത്രുക്കളായ ഇസ്രായേലുകാരാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ ആദരിക്കുന്ന ലോകത്തിന്റെ ജനനായകൻ, സമരനായകൻ, അതുപോലെ മാതൃകാനായകൻ എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തും ഒരു സമുദായമായിരുന്നു. അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ ഒരു സമുദായമായിരുന്നു. അങ്ങനെ ഒരു സമുദായമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമി മില്ലത്ത് എന്നാണ് അതിന് പറയാം. ഖദ് ഖാന ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹിമ വല്ലദീന മഅഹു. ഇബ്രാഹിമും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. എന്ത് മാതൃകയാണുള്ളത്? ഈ പ്രപഞ്ചത്തെ ശ്രദ്ധിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്ന ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആവശ്യങ്ങൾ അവനോടാണ് ചോദിക്കേണ്ടത്. അവന്റെ നിയമങ്ങൾ മാത്രമേ അനുസരിക്കാവൂ. മറ്റാരോടും ആവശ്യങ്ങൾ ചോദിക്കരുത്. മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ഇതൊക്കെയാണ് ദീനിന്റെ അടിസ്ഥാന തത്വങ്ങളായി ആദ്യം നബി മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇബ്രാഹിം നിർഭാഗ്യവശാൽ ജനിച്ചത് ദൈവേതര ശക്തികളെ ആരാധിക്കുന്ന ഒരു കുടുംബത്തിലായി. ഇബ്രാഹിമിന്റെ പിതാവിനെ കുറിച്ച്, ആസർ എന്ന് പറയുന്ന പിതാവിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, അദ്ദേഹം വിഗ്രഹപൂജകനും വിഗ്രഹ വിൽപ്പനക്കാരനുമായിരുന്നു. നാട്ടിലെ രാജാവിന്റെ ഉപദേഷ്ടാവും വലിയ സ്ഥാനം അലങ്കരിക്കുന്ന ആളും വലിയ കൊലകൊമ്പനും ഒക്കെ ആയിരുന്നു. ആ കാരണവരെന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയുന്നു, വലിയ കാരണവരാണ്. ആ വീട്ടിലാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം ജനിക്കുന്നത്. ഇബ്രാഹിം എന്ന് പറഞ്ഞ ബാലന് യഥാർത്ഥ പിതാവിന്റെ ഈ പണിയൊന്നും കണ്ടിട്ട് അത്ര പിടിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹം അത് ചോദ്യം ചെയ്തപ്പോ ഇത് ഖാലലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. അദ്ദേഹത്തിന് ഏതാണ്ട് വിവേചനത്തിന്റെ പ്രായമായപ്പോൾ അദ്ദേഹം ചോദിച്ചല്ല, എന്റെ പ്രിയപ്പെട്ട പിതാവേ, വിളിച്ചാൽ വേണ്ടാത്ത, കേൾക്കാത്ത, ഒരു ഉപകാരം ചെയ്യാത്ത ഈ ബിംബങ്ങളെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി, എനിക്ക് കുറച്ച് വിവരം കിട്ടിയിട്ടുണ്ട്. മാലം യഅതീക, നിങ്ങൾക്ക് ലഭിക്കാത്ത ചില വിവരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരമാണ് ഇബ്രാഹിം ഇത് പറയുന്നതെന്ന് ഖുർആനിൽ അല്ലാഹു സത്യം ചെയ്ത് പറയുന്നു. ഫത്തബഇനി, അതുകൊണ്ട് താങ്കൾ ചെയ്യുന്ന ഉപകാരമില്ലാത്ത, യാതൊരു പ്രയോജനമില്ലാത്ത ഈ പണി ഉപേക്ഷിച്ച് എന്നെ പിന്തുടരുക. അഹദിയക സിറാത്തൻ സവിയ്യ, ഞാൻ താങ്കളെ നേരായി നയിക്കാം. ഒരു വലിയ നാട്ടിലെ ബഹുമാന്യനായ കാരണവരുടെ മകൻ യുവാവ് പറയണം, വാപ്പ ചെയ്യുന്നത് ശരിയല്ല, ഒരു ഉപകാരമില്ലാത്ത സംഗതിയാണ്. ഇബ്രാഹിമിന്റെ കഥ കേൾക്കുമ്പോൾ നമുക്ക് സാരമില്ല. നമ്മുടെ ഈ നാട്ടില് ഇപ്പോഴത്തെ ഒരു പിതാവിന്റെയും മകന്റെയും കാര്യത്തിലേക്ക് തട്ടിച്ചോ. നമ്മളെ വാപ്പ നാട്ടിലെ വലിയ കാരണവരാണ്, ഭരണാധികാരിയുടെ ഏറ്റവും അടുത്ത ആളാണ്. അദ്ദേഹം ചില പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ യുവാവായ നാം പറയുന്ന വാപ്പ അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ പിതാവിന്റെ പ്രതികരണങ്ങളാണ്. ആ പ്രതികരണം തന്നെ അവിടെ ഉണ്ടായി. അതായത് കുറച്ചുകൂടെ കട്ടിപ്പിച്ചിട്ടാണ് പിശാചിന്റെ ദൗർബോധം കൊണ്ടാണ് താങ്കൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇന്ന ശൈത്താന കാനലി റഹ്മാൻ അശിയ, ശൈത്താൻ അല്ലാഹുവിനോട് അനുസരണം കെട്ടവനാണ് എന്ന് പറഞ്ഞു. നിങ്ങളിത് ചെയ്താൽ ഈ പ്രപഞ്ചത്തിന്റെ കാരുണ്യവാനായ രക്ഷിതാവിൽ നിന്ന് എന്തെങ്കിലും ശിക്ഷ നിങ്ങളെ പിടികൂടുമെന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. ഒരു യുവാവ് അദ്ദേഹത്തിന്റെ പിതാവിനോട് പറയാം. അതും മോശക്കാരല്ല, രാജാവിന്റെ അടുത്ത ആളായ. അന്ന് രാജാവിന്റെ സിൽബന്തി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രാജാവിന്റെ അധികാരം തന്നെയാണ്. രാജാവ് കൊട്ടാരത്തിലായിരിക്കും, പുറത്ത് സിൽബന്തിക്കായിരിക്കും ഏറ്റവും വലിയ അധികാരം ഉണ്ടാവുക, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോ നിങ്ങൾ പിശാചിന്റെ ചവിട്ടടിപ്പാടുകളെ പിന്തുടരുത്. അതായത് ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഇബ്രാഹിമിന്റെ ശക്തമായ വാക്കുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദ്ധരിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ മറുപടി, ഇബ്രാഹിം നീ ഈ പറഞ്ഞ മറുപടി, നീ എന്റെ ദൈവങ്ങളെ ഉപേക്ഷിച്ചിട്ട് അല്ല എന്നോട് ഉപേക്ഷിക്കാൻ നീ നിർദ്ദേശിക്കുകയാണോ? നീ ഈ പണി നിർത്തിയില്ലെങ്കിൽ ഞാൻ അർജുമന്നക വഹജുർനി മലിയ, നിന്നെ ഞാൻ കല്ലെറിയും, ഇവിടെ നാട്ടിൽ നിന്ന് പറ്റി.
അപ്പൊ ആദ്യമായിട്ട് സത്യത്തിന്റെ പാതയിൽ നിലകൊള്ളാൻ ശ്രമിച്ച ഇബ്രാഹിമിന്റെ നേരെ വന്ന വിഷമകരമായ പ്രയാസകരമായ ഒരു ജീവിതാനുഭവം അല്ലാഹു തആല പച്ചയായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുക. അധർമ്മത്തിന്റെ, അക്രമത്തിന്റെ, അനീതിയുടെ, നിഷേധത്തിന്റെ സ്വഭാവം സ്വീകരിക്കുന്ന സ്വന്തം പിതാവിനോട് ധൈര്യപൂർവ്വം പറയുന്നു, ഇത് ചെയ്യരുത്, പിശാചിന്റെ കൂട്ടത്തിലായി പോകും. ആ സംഭാഷണം ഖുർആനിൽ പല സ്ഥലത്തും പല കോലത്തിലും പറഞ്ഞിട്ടുണ്ട്. ആദ്യമായി പിതൃസ്നേഹം, ഒരു പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴമൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല. അവിടെ സ്നേഹം എന്ന് പറയുന്ന ആ വികാരം ആദ്യമായി അദ്ദേഹം വേണ്ടി കൊടുക്കുകയാണ്. സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, കുടുംബത്തോട് ജീവിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു മനുഷ്യന്റെ അദമ്യമായ അഭിലാഷത്തെ, താല്പര്യത്തെ ബലി കൊടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം പിതാവുമായി വേർപിരിയുന്നിരുന്നു. ഞാൻ നിന്നെ കല്ലെറിഞ്ഞ് ഓടിക്കുമെന്ന് പറയുന്നു. പിന്നെ അദ്ദേഹം പറയുന്നു, വിശദമായി ഒരു ഹുതുബയിൽ നമുക്ക് പറയാൻ കഴിയില്ല. പിതാവിനോട് പറഞ്ഞ് രക്ഷയില്ലാന്ന് മനസ്സിലായി. അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ പിതാവുമായി വേർപെടുകയാണ്. അപ്പൊ ഒരു പിതാവിന്റെ പുത്രന്റെ ഇടയിലുള്ള ആ സ്നേഹബന്ധം മുറിഞ്ഞു പോവുകയാണ്. അതാണ് ആദ്യത്തെ വെലി. രണ്ടാമത്തെ വെലി വരിക നാട്ടുകാരോട് സംസാരിക്കുന്നു. നാട്ടുകാർ ഇങ്ങനെ ഈ പറഞ്ഞ വിഗ്രഹങ്ങളെയൊക്കെ ആരാധിക്കണമെന്നാണ്. അപ്പൊ അദ്ദേഹം ഒരു ദിവസം മനഃശാസ്ത്ര, അതായത് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ ഏറ്റവും ഉന്നതമായ ഒരു സംഗതി അല്ലാഹു തആല എടുത്ത് കാണിക്കുക. നാട്ടുകാരൊക്കെ കൂടിയുന്നപ്പോൾ രാത്രിയിൽ നക്ഷത്രത്തെ കാണുന്നു. അദ്ദേഹം പറഞ്ഞു, അതാ ആകാശത്തിൽ മിന്നുന്ന നക്ഷത്രം, അതാണ് എന്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞു. നാട്ടുകാർ കൊള്ളാം, തിരക്കടില്ല, മിന്നുന്നവൻ രക്ഷിതാവെല്ലാം കൊള്ളാമെന്ന്. അപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോൾ നക്ഷത്രം അപ്രത്യക്ഷമായി പറഞ്ഞ നശിച്ചു പോകുന്ന, അസ്തമിച്ചു പോകുന്നതൊന്നും രക്ഷിതാവാൻ പറ്റൂല. അസ്തമിച്ചു, സ്വയം അസ്തം നിലനിൽക്കാൻ കഴിയാത്തവൻ എങ്ങനെ എന്നെ രക്ഷിക്കാൻ? അപ്പൊ ജനത്തിന്റെ ആ ഒരു യുക്തിചിന്തയെ ഇങ്ങനെ ഒരു സംഗതി കാണിച്ചിട്ട് അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുപോകണം. കുറച്ചു കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ വന്ന്, പിറ്റേ ദിവസമാണ്. ചന്ദ്രനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് അതിനൊക്കെ കുറച്ചുകൂടെ വലുതാണ്, അതുകൊണ്ട് ഇതാണ് എന്റെ രക്ഷിതാവ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ജനങ്ങളും പറഞ്ഞു അതരക്കില്ല. പക്ഷെ ചന്ദ്രൻ അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് പോകുന്നതാണ്, അതുകൊണ്ട് അതിന് രക്ഷിതാവാക്കാൻ പറ്റില്ല. എന്നിട്ട് പിന്നെ പ്രഭാതത്തിൽ സൂര്യനെ കണ്ടപ്പോ ഇത് മറ്റൊന്നിനേക്കാൾ കുറെ കൂടെ വലുതാണ്, നല്ല ശോഭയുള്ളതാണ്, അതുകൊണ്ട് ഒരിക്കലും അതിനെ മറ്റതിനെ പോലെ അല്ല, ഇതിനെ ആരാധിക്കാൻ പറ്റുന്നതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോഴും സൂര്യൻ അസ്തമിച്ചു പോയപ്പോ അത് തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. സൂര്യൻ അസ്തമിച്ചു പോയപ്പോ അദ്ദേഹം പറഞ്ഞു, രക്ഷയില്ല, ഈ അസ്തമിച്ചു പോകുന്നവൻ, സ്വയം നിലനിൽക്കാൻ കഴിയാത്തവൻ മറ്റുള്ളവന് നിലനിൽക്കാൻ കഴിയില്ല. യുക്തിചിന്തയുടെ ആഴങ്ങളിൽ അങ്ങ് അകലെ യൂഫ്രട്ടീസിന്റെ താഴ്വരയിലെ ആ പഴയ സംസ്കാരത്തിൽ മനുഷ്യന്റെ മനസ്സിന്റെ ആ യുക്തിചിന്തയുടെ ഒരു വേരോട്ടം പോകണം. അങ്ങ് അകലെയുള്ള നൂറ്റാണ്ട്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ള ആ ജനതയുടെ സംസാര ഖുർആനിൽ അങ്ങനെ തന്നെ എടുത്തു പറയാം. മനുഷ്യൻ എപ്പോഴും അങ്ങനെയാണ്, ഓരോന്നിനെ കണ്ട് അനുഭവിച്ച് പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇന്ന് ആധുനിക വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞന്മാര് അനുവർത്തിക്കുന്നത് കാണുന്നത് കാണിച്ച് കാണാത്തതിനെ പറയുക എന്നുള്ളത്, ചെറുതിനെ കാണിച്ച് വലുതിനെ പറയുന്നത്, മോഡൽ ഉണ്ടാക്കി മറ്റേ ഇപ്പൊ നമ്മൾ എന്തിനുകൊണ്ട് ചെറിയ ഒരു പ്രോജക്ട് നടക്കണം, ചെറിയൊരു മോഡൽ ഉണ്ടാക്കും, എന്നിട്ട് യാഥാർത്ഥ്യം പിന്നീട് എസ്റ്റാബ്ലിഷ്. അതങ്ങനെ മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വൈജ്ഞാനിക മേഖല ഇങ്ങനെ കുറേശ്ശെ മനുഷ്യനെ ഗ്രാസ് ചെയ്യാൻ പറ്റുന്ന പോകുന്നത്. അവസാനം എല്ലാം കഴിഞ്ഞു. അവസാനം എന്ന് പറയുന്ന ഇബ്രാഹിം നബിയുടെ പ്രസിദ്ധമായ ആവാസം, ഞാൻ ഇതിനെല്ലാം ഒഴിവാക്കിയിരിക്കുന്നു, ഈ നക്ഷത്രങ്ങളെ, ചന്ദ്രനെ, സൂര്യനെ എല്ലാം ഒഴിവാക്കിയിരിക്കുന്നു. ഞാൻ ഋജുമാനസനായി ഈ പ്രപഞ്ചത്തിന്റെ നാഥന്റെ മുന്നിലേക്ക് എന്റെ മുഖം തിരിച്ചിരിക്കുന്നു എന്ന് ജനങ്ങളോട് പറയുന്നു. ജനങ്ങളാകെ ഇടഞ്ഞിറലായി പോയി. അത് കഴിഞ്ഞതിന് ശേഷം ജനങ്ങളുമായിട്ടുള്ള തർക്കത്തിൽ അദ്ദേഹത്തിന്റെ ജനതയുമായിട്ട് ഒരു മനുഷ്യനും അവന്റെ നാടും തമ്മിലുള്ള ഒരു വൈകാരിക ബന്ധം രണ്ടാമത്തതാണ്. കുടുംബത്തിൽ നിന്ന് പുറപ്പെട്ട പലരും വീട്ടിൽ നിന്നൊക്കെ പിണങ്ങിയിട്ട് നാട്ടിൽ നടക്കാൻ പറ്റും. പക്ഷെ നാട്ടിലെ ആളുകളുമായിട്ട് പിന്മാരായാൽ പിന്നെ നടക്കാൻ പറ്റും. അതിനും അദ്ദേഹം ഒരു വലിയ പണിച്ചു. ജനങ്ങളിൽ നിന്നും പറഞ്ഞിട്ട് കേൾക്കാതെ ബിംബാരാധന വന്നപ്പോ അവരുടെ ഉത്സവത്തിന്റെ നാളിലെ ബിംബാലയത്തിൽ കയറി ചെറുതിനെ കടിച്ച് ഒളിച്ച് വലുതിന്റെ കഴുത്തി കടിച്ചു. അവസാനം ആളുകൾ വന്ന് നോക്കിയപ്പോ ഈ വിഗ്രഹങ്ങളെ കൊടുത്തിരിക്കുന്നു. ഇതാരായി അക്രമം ചെയ്തത് എന്ന് അവിടെ ചോദ്യം ഉണ്ടായി. അപ്പൊ ഒരാൾ പറഞ്ഞു, അവിടെ ഇബ്രാഹിം എന്ന് പറഞ്ഞ യുവാവിലുണ്ട്, ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാ പിടിച്ചോണ്ട് വന്നു. ഇബ്രാഹിമിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ചോദിച്ചു, നീയാണ് ഇബ്രാഹിമിന് ചെയ്തത്? ഇബ്രാഹിം നബി വളരെ സൂത്രത്തിൽ തന്നെ പറഞ്ഞു, ആ വലിയവനോട് ചോദിച്ചോക്കെ, വലിയവനാ കഥ ചെയ്തത്, വലിയവനാ ചെയ്തത് എന്നാ പറഞ്ഞത്. ഇബ്രാഹിം നബിയുടെ ഭാഷയിൽ ആളുടെയാണ്.
അതേസമയം ഇവിടെ കാണുന്നത് വലിയ വിഗ്രഹമാണ്. എല്ലാ ചെറിയ വിഗ്രഹങ്ങളെയും ഉടച്ച് വലിയ വിഗ്രഹത്തിന്റെ കഴുത്ത് കെട്ടിയില്ല. അസ്നാമക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങളില്ലാത്തതിപ്പോ ഞാൻ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ മേൽ ഒരു തന്ത്രം പ്രയോഗിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അത് മനുഷ്യ മനസ്സിനെ അളക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ചോദിച്ചു നോക്കൂ, വിഗ്രഹങ്ങൾ നിങ്ങൾ ആവശ്യങ്ങൾ പറയുന്നു, നിങ്ങൾ അത് വേണം, ഇത് വേണം, മറ്റത് വേണം, ജീവിതത്തിൽ നന്മ വേണം, നല്ല ഭാര്യ വേണം, കുടുംബം വേണം, മക്കൾ വേണം എന്നൊക്കെ പറഞ്ഞ് ഈ വിളിച്ചാൽ വേണ്ടാത്ത ഈ ദൈവങ്ങളോടല്ലേ പറയുന്നത്? എന്ന ഒരു കാര്യം ചെയ്ത് ഈ വിഗ്രഹങ്ങളെ സഹവിഗ്രഹങ്ങളെ അടിച്ചൊടച്ചപ്പോ ചങ്ങാതിയോടുണ്ടായിരുന്നല്ലോ, അവനോടൊന്ന് ചോദിച്ചു നോക്കൂ. ആകെപ്പാടെ അവര് ആകെ എളിപ്പരായി പോയി എന്നാണ് അല്ലാഹു തആല അവിടെ ഒന്നും പറയാനാകാത്തവരായി പോയി. പക്ഷെ എന്നിട്ടും അവര് വിട്ടില്ല. അവര് പറഞ്ഞ് അയാളെ പോകും, അവനെ വിറകെട്ടി കത്തിച്ച് കൊളാക്കി കളയാൻ, തീയിലേക്ക് എടുത്തെറിയാൻ പറഞ്ഞു. അപ്പോ നാട്ടുകാരിൽ നിന്നും അവിടെ നാട്ടുകാരുടെ സ്വഹബത്ത്, ഒരു നാട്ടിൽ കൂട്ടത്തിൽ ജീവിക്കാനുള്ള ഒരു മനുഷ്യന്റെ പ്രകൃതിപരമായ താല്പര്യത്തെ രണ്ടാമത്തെ വിലയാണ്. പിന്നെ സ്വന്തം തടി ബലി കൊടുക്കുകയാണ്. ഇബ്രാഹിം തീയിലിടുമെന്ന് പറഞ്ഞപ്പോ വേദന എന്നെ തീയിലിടല്ലേ, ഞാൻ പറഞ്ഞതൊക്കെ പിൻവലിച്ചോളാം എന്നൊന്നും പറഞ്ഞില്ല. അതെ, ഞാൻ അല്ലാഹുവിലേക്കാണ് എന്നാണ് ഇബ്രാഹിം പറഞ്ഞത്. നിങ്ങൾ അവനെ കരിച്ചു കളഞ്ഞിട്ട് നിങ്ങളെ ദൈവങ്ങളെ രക്ഷിക്കൂ. ഇബ്രാഹിമിനെ കരിച്ചു കളഞ്ഞിട്ട് ദൈവങ്ങളെ രക്ഷിക്കും. അപ്പൊ ആ ദൈവത്തിന്റെ വില അവർക്ക് അന്നേരം തന്നെ പ്രശ്നമായി എന്നുള്ള ചുരുക്കത്തിൽ അദ്ദേഹത്തിന് എടുത്ത് തീയിലിട്ടപ്പോ അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിം ബർദ് എന്ന് പറഞ്ഞ ബർറാദ് എന്ന് പറഞ്ഞ ഫ്രിഡ്ജ് എന്നാണ്. ഫ്രിഡ്ജ് ഇബ്രാഹിമിന് അത് ഫ്രിഡ്ജായിക്കൊള്ളാണ് എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ, അതായത് അത് ഒരു തീ എന്ന് പറഞ്ഞാൽ കത്തിക്കുക എന്നുള്ളത്, അതിന്റെ സ്വഭാവം അല്ലാഹു മാറ്റി അവിടെ തണുപ്പാടുണ്ട്. സലാം, തണുപ്പ് പോച്ചുന്ന തണുപ്പല്ല, സലാം എന്ന് പറയുന്നത് ശാന്തമായ തണുപ്പ്. അപ്പൊ സ്വന്തം ശരീരത്തെ അദ്ദേഹം അവിടെ ഒരു ബലി കൊടുക്കുകയാണ്. അതേ ധർമ്മത്തിന്റെ പിതാവിന്റെ സ്നേഹം, നാട്ടുകാരുടെ സ്നേഹം, ശരീരം. എന്നിട്ട് അദ്ദേഹം അവിടെ പിന്നെ കത്തിച്ചതിന് ശേഷം നാട്ടിൽ നിൽക്കാൻ പറ്റാതായപ്പോ അദ്ദേഹം പറയുന്ന ഞാൻ എന്റെ രക്ഷിതാവിലേക്ക് പോവാണ്, അവൻ എന്നെ മാർഗദർശനം ചെയ്യും. അങ്ങോട്ട് പോകുമ്പോ കുറച്ച് ആരില്ല ഭാര്യയും അദ്ദേഹവും നല്ല രക്ഷകരവും ആയിട്ട് ഈജിപ്തിലേക്ക് പോവാണ്. ഊർപട്ടണത്തിൽ നിന്ന്, ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് പോവാണ്. പോകുമ്പോൾ ഹൃദയജാഗമായ ഒരു പ്രാർത്ഥന അദ്ദേഹം നടത്തുന്നു. പടച്ചവനെ എനിക്ക് സാലിഹായ ഒരു സന്താനത്തെ തരണേ. കുറച്ച് കഴിഞ്ഞപ്പോ അതുകൊണ്ടന്നെ നടന്നില്ല. സഹനശീലനായ ഒരു സന്താനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. അതൊക്കെ ഒരുപാട് കഥകൾ അല്ലാഹു തആല എന്നെ അവിടെ വിട്ടു. ഇതാരെ പലയിടത്തും പറഞ്ഞത്. ഇബ്രാഹിമും സാറയും കൂടി അവിടെ പോയി താമസിക്കുന്നു. അവർക്ക് സൗകര്യമെടുത്ത ഈജിപ്തിന്റെ രാജാവ് ഹാജറയെ സംഭാവന ചെയ്യുന്നു, അടിമ സ്ത്രീ അയച്ചു. അങ്ങനെ കുറെ കാലമായിട്ട് സാറയ്ക്ക് സന്താനം ഇല്ലാത്തപ്പോ സാറ തന്നെ അപേക്ഷിക്കുന്നു, നിങ്ങൾ ഹാജറയെ കല്യാണം കഴിച്ചുകൊള്ളുക, അല്ലെങ്കിൽ അടിമ സ്ത്രീയെ കല്യാണം കഴിക്കാതെ തന്നെ ബന്ധപ്പെടുന്ന അത് അവരുമായി ബന്ധപ്പെട്ടുകൊള്ളുക, നമുക്കൊരു കുട്ടി ഉണ്ടായാൽ വളർത്താമല്ലോ എന്ന് പറയുന്നു. അങ്ങനെ ഒരു കുട്ടി ഉണ്ടാകുന്നു. കുട്ടി ഉണ്ടായി കുറച്ച് കഴിഞ്ഞ് കുട്ടി വളർന്നു വന്നപ്പോ സാറയ്ക്ക് കുട്ടി ഉണ്ടായി. സ്വാഭാവികമായ ചില പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, സബബാണല്ലോ കാരണങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഹാജറയെ ഇവിടെ നിന്ന് മാറ്റണമെന്ന് ഇബ്രാഹിമിനോട് സാറ രാജകുമാരിയാണ്. ഹാജറ അടിമപ്പെടുന്നു. അവരുടെ ആവശ്യപ്രകാരമാണ്, ചില കണ്ടീഷൻസിലാണ് കല്യാണം കഴിച്ചത്. ഇവിടെ നിന്ന് മാറ്റണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനം വരുന്നു. അതേ, നിനക്ക് നാം നിശ്ചയിച്ച വേറൊരു ദൗത്യം കൂടെ ഉണ്ട്. നിന്റെ ഈ പ്രിയപ്പെട്ട മകന്റെ മാതാവുണ്ടല്ലോ, അവിടെയാണ് എന്റെ പ്രശ്നം. ഈ നിന്റെ ഹൃദയത്തിന്റെ കഷ്ണമായ മകന്റെ മാതാവ്, അവർ രണ്ടുപേരെയും കൊണ്ടുപോയി അങ്ങ് ആയിരക്കണക്കിന് അകലെ വിജനമായ ആ സ്ഥലത്തേക്ക് അവിടെ കൊണ്ടുവെക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് കൊണ്ടുപോകുന്നു, അവിടെ കൊണ്ടാക്കുന്നു. കഥ കേൾക്കാൻ എളുപ്പമാണ്, പക്ഷെ അതൊരു ബലിയാണ്, ഭയങ്കരമായ ബലി. ഈ മാതാവിനെയും കുട്ടിയെയും അവിടെ കൊണ്ടുവന്നു. ഒരു കൂടെ ഈത്തപ്പഴവും ലേശം വെള്ളവും മാത്രമാണ്. എന്നിട്ട് അപ്പുറത്ത് മലഞ്ചരിവിൽ മാറി നിന്നിട്ട് ഇബ്രാഹിമിന്റെ ഹൃദയം പൊട്ടുന്ന ഒരു പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ എടുത്തു പറയുന്നു. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദി ഗൈരി സറഇൻ ഇൻദ ബൈതികൽ മുഹറം. പടച്ച തമ്പുരാനെ, എന്റെ കുടുംബക്കാരെന്നാ ഞാനിതാ നിന്റെ ഭവനത്തിന്റെ അടുത്ത് നിന്റെ കൽപ്പനപ്രകാരം താമസിപ്പിച്ചിരിക്കുന്നു. ആരുമില്ലവർക്കിട്ടോ നീ മാത്രമാണ്. അവർ ദീൻ നിലനിർത്താൻ, നിസ്കാരം നിലനിർത്താൻ ജനങ്ങളുടെ മനസ്സവരിലേക്ക് നയിക്കണേന്ന് പറയും. ഇന്ന് ഈ പോയി കിടന്ന ലക്ഷക്കണക്കിന് 25-30 ലക്ഷം ജനങ്ങൾ അവിടെ എത്തിയത് ഇബ്രാഹിം നബി അന്ന് അവിടെ നിന്ന് അല്ലാഹുവിനോട് പറഞ്ഞു, ജനങ്ങളെ മുഴുവൻ നീ ഇങ്ങോട്ടാക്കണേ തമ്പുരാനെ. അത് ഭയങ്കരമായ ഒരു ബലിയാണ്. ആ ബലി കഴിഞ്ഞ ശേഷം പിന്നെ വരുന്നു ഒടുവിലത്തെ ബലി.
ഒടുവിലത്തെ ബലിയാണ് ഏറ്റവും ഹൃദയവേദകമായ ബലി. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് ആ സഹനശീലനായ കുട്ടിയെ ബലി കൊടുക്കാൻ പറഞ്ഞു. ഇതിനൊരു അനുബന്ധമായ ഒരു കഥയും കൂടി ഹദീസിൽ കാണാൻ കഴിയും. ഇബ്രാഹിം അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്തും സഹിക്കാൻ, ത്യാഗം സഹിക്കാൻ തയ്യാറായ ഒരു മാനസികാവസ്ഥയിലേക്ക് വളർന്നപ്പോ ഒരിക്കൽ അദ്ദേഹം പറയണ്ടായി, എനിക്ക് കുട്ടികളൊന്നുമില്ല, ഒരു കുട്ടി ഉണ്ടായാൽ അതിനെ കൂടി അല്ലാഹുവിന്റെ മാർഗത്തിൽ ബലി കൊടുക്കും. അന്ന് ബലി സർവ്വസാധാരണമായ ഒരു സന്ദർഭം. ബലി കൊടുക്കാൻ എനിക്ക് മടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി ഉണ്ടായി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖാല യാ ബുനയ്യ ഇന്നി അറാ ബിൽ ഫനാമി അന്നി അദ്ബഹക, എന്റെ പ്രിയപ്പെട്ട മകനെ, നിന്നെ അറുത്തു കൊടുക്കണമെന്ന് സ്വപ്നത്തിൽ എനിക്ക് ഇതാ വെളിയാളം ഉണ്ടായിരിക്കുന്നു, വെള്ളം എനിക്ക് നിർദ്ദേശം ഉണ്ടായിരിക്കുന്നു. വന്നു മാറ ഇവിടെ പിടിച്ചു കെട്ടുന്നില്ല, നിർബന്ധിക്കുന്നില്ല. അല്ലാഹു തആല ഹലീം എന്ന് പറഞ്ഞു. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, വളരെ സഹനശീലനായ ഒരു ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ അനുവാദം കൊടുത്തോളൂ. ഈ സഹനശീലനായ കുട്ടിയോട് സ്വന്തം എടുത്തു ചാടി മരിക്കാൻ പറഞ്ഞാൽ, യുദ്ധം ചെയ്യാൻ പറഞ്ഞാൽ, കഴുത്തിൽ വെട്ടാൻ പറഞ്ഞാൽ മിക്കവാറും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ സ്വന്തം കുഞ്ഞിനെ സ്വന്തം കൈകൊണ്ട് അറക്കാൻ പറഞ്ഞാൽ ലോകത്ത് ഒരു പിതാവിനും സഹിക്കാൻ കഴിയില്ല എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ വികാരത്തിലേക്ക് മനസ്സിനൊന്ന് കൊണ്ടുപോയി നോക്കണം. അതാണ് ഇബ്രാഹിമിന്റെ ഒടുവിലെ പുത്രബലി എന്ന് പറയുമ്പോൾ എളുപ്പമുള്ള സംഗതിയല്ല. ഒരുപാട് ബലികളുടെ പൂർണ്ണ സാക്ഷാത്കാരമാണ് ആ ബലി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമിനെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. ആ ബലിക്ക് തയ്യാറുണ്ടോ എന്നുള്ളതാണ്. ബലി താല്പര്യങ്ങൾ ബലി കൊടുക്കുന്നു എന്നുള്ളതാണ് അവിടെ. നമ്മളും ബലി കൊടുക്കുന്നുണ്ടല്ലോ. നമ്മൾ എന്ത് ബലിയാണ് കൊടുക്കുന്നത്? ഒരാളെന്നോട് ഒരാഴ്ച മുമ്പ് ചോദിച്ചില്ല, നാളെ അല്ലേ മറ്റന്നാളല്ലേ ഹജ്ജ് തുടങ്ങണം പറഞ്ഞു. എനിക്കറിയില്ല, ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അല്ല, മറ്റന്നാളായാലും നാളെ അല്ലെങ്കിൽ എന്താ പ്രശ്നം? അല്ല, നാളെ കൂടി താടി പഠിക്കായിരുന്നു, അതുകൊണ്ടാണ് ചോദിച്ചത്. നല്ലവണ്ണം നല്ല തപ്പുള്ള പള്ളിയിൽ കയറി നിസ്കരിക്കുന്ന ഒരാള് 2 രോമം നിലനിർത്താൻ പോലും ഒരു സന്നദ്ധത, ഒരു 2 ദിവസം താഴെ പഠിച്ചില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. ഒതുക്കം കൊടുക്കാൻ പോവാ. പക്ഷെ 2 ദിവസത്തേക്ക് അല്ല പറഞ്ഞതനുസരിച്ച്, റസൂൽ പറഞ്ഞതനുസരിച്ച് കുറ്റിരോമം നിർത്താൻ പോലും ഇഷ്ടമില്ലാത്തവരും ഇവിടെ ഒലഹിയത്തിന്റെ വലിയ ലിസ്റ്റുമായി നിൽക്കുകയാണ്. ആലോചിച്ച് നോക്കുക, നമ്മുടെ ഒലഹിയത്തും ഇബ്രാഹിമിന്റെ ഒലഹിയത്ത് എവിടെ നിൽക്കുന്നു? മറ്റന്നാളാണെങ്കിൽ നാളെയും കൂടെ താടി പഠിക്കാമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒലഹിയത്ത് എവിടെ എത്തിക്കുന്നു എന്ന് നമ്മളത് മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളതാണ്. നമ്മളിവിടെ ഇറച്ചി കച്ചവടം നടത്തുന്നുണ്ട് എന്നുള്ളത് ഒരു സംശയമില്ലാത്ത ഇറച്ചി കച്ചവടമാണ്. ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല. സകാത്ത് ഫർളാണ്, സംഘടിതമായി ഇത് കൊടുക്കണമെന്ന് റസൂൽ നമ്മളോട് പറഞ്ഞു. പക്ഷേ നമ്മൾ എന്റെ ഇഷ്ടത്തിലേ കൊടുക്കുള്ളൂ. ഇത് സുന്നത്താണ്, അത് ഒറ്റക്കെട്ടിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ സംഘടിതമായിട്ട് നിർബന്ധപൂർവ്വം പള്ളിയിൽ ബോർഡ് വെച്ച് കളക്ട് ചെയ്തിട്ട് ഇറച്ചി കച്ചവടം നടത്തി അവസാനിപ്പിക്കുന്നുള്ളൂ. എവിടെയാണ് നമ്മുടെ ആരാധനയുടെ അന്തസത്ത എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. ഇന്ന് കൊടുക്കണ്ടെന്നൊന്നും പറഞ്ഞില്ല. ഇനി അവിടെ MSS കത്തീബ് 10 ഇറക്കി, അങ്ങനെയൊന്നും ഇതിനൊന്നും എതിരില്ല. പക്ഷെ അതിന്റെ സത്ത ചോർന്നു പോയിരിക്കുന്നു. ആത്മചൈതന്യമില്ലാത്ത ഒരുതരം കച്ചവടമാണ് ഇന്നത്തെ ഒലഹിയത്ത് എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ ഒരു സംഗതിയാണ്. താല്പര്യം നിങ്ങളെ പൈസ കൊടുത്തിട്ട് അള്ളാഹ് തന്ന പൈസ എടുത്ത് പറയും മൃഗങ്ങളെ വെട്ടിയറുത്ത് ഒലിയെടുക്കാനുള്ള പറഞ്ഞ് ഇബ്രാഹിം ചെയ്ത ആ മാതാവും പിതാക്കളുമായിട്ടുള്ള ബന്ധം വേർപെടുത്തി, നാട്ടുകാരുമായിട്ടുള്ള ബന്ധം വേർപെടുത്തി, സ്വന്തം ശരീരം അഗ്നിക്കിരയാക്കി, പ്രിയപ്പെട്ട മകനെയും ഭാര്യയെയും വിദൂരങ്ങളിൽ കൊണ്ടുപോയി ഒറ്റയ്ക്ക് അള്ളാഹുവിന് വേണ്ടി താമസിപ്പിച്ചു. അവസാനം മകനെ അറുത്തു കൊടുക്കാൻ തയ്യാറായി. നിങ്ങൾ അള്ളാഹു കൽപ്പിച്ചതുപോലെ ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞ് അതിന് തയ്യാറായി എന്നുള്ളതാണ്. അതിന് തയ്യാറാവുന്ന ഇബ്രാഹിം ഇസ്മായിലുമാവാൻ നമുക്ക് എപ്പോഴാണ് സാധിക്കുക? അപ്പോഴാണ് സത്യവിശ്വാസത്തിന്റെ ഉൾക്കമ്പ് നമ്മുടെ ഹൃദയത്തിലേക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ ഉന്നതമായ വിശ്വാസത്തിന്റെ ശ്രേണിയിലേക്ക് കയറിപ്പോകാൻ കാരുണ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نسيتنا كما ثنيتنا لك الحمد حتى ترضى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباب، أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ജീവിതത്തിൽ മനുഷ്യനുണ്ട് ജീവിക്കുന്നു എന്നുള്ള പോലെ നിങ്ങളോട് ഉപദേശിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുക. ഇബ്രാഹിമി സ്മരണ കൊണ്ട് ആളുകൾ ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ ഇവിടെ നോമ്പൊഴിക്കുകയും അതുപോലെ തന്നെ ഒലിയത്ത് കൊടുക്കുകയും പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യും. ആഘോഷം എന്ന് പറയുമ്പോൾ
എന്തിനുമുള്ള ഒരു ലൈസൻസാണ് എന്ന് മാതാപിതാക്കൾ വളരെ സൂക്ഷിക്കേണ്ട സംഗതിയാണ്. ഇവിടെ എല്ലാം താല്പര്യങ്ങളെ വെളികൊടുത്ത ഭൗതികമായ ദുഃഖത്തിന്റെ കഥകളാണ് ഇബ്രാഹിമിന്റെ ജീവിതത്തിലുള്ളത്. പാപ്പനായിട്ട് ബന്ധം പ്രവർത്തിക്കുന്നത് ഭൗതികമായൊരു നല്ല സംഗതിയൊന്നും അല്ലല്ലോ. പക്ഷെ ആ വേദനയുടെ ദുഃഖത്തിന്റെ കഥ എന്നേക്കുമായുള്ള ശാന്തിയുടെ കഥയായി ഉള്ള മനുഷ്യൻ നാട്ടിനെ വിട്ടുപോകുമ്പോൾ അനന്തമായ സ്വർഗത്തിൽ മനുഷ്യരാശിയുടെ നേതാവായി ഇബ്രാഹിം അല്ലാഹു തആല പ്രഖ്യാപിക്കുകയാണ്. നോക്കുക, ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ ദുഃഖവും വേദനയും പ്രയാസവും എന്നെന്നും അനുഭവിക്കാനുള്ള സന്തോഷത്തിന്റെ നിദാനങ്ങളാക്കി മാറ്റാനാണ് സത്യവിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. നമുക്കങ്ങനെയാണ്. നമ്മൾക്ക് വരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട്, പനി, ആക്സിഡന്റ്, വേദന, പ്രയാസം, ദുഃഖം, ആളുകളുടെ മരണം, അതുപോലുള്ള എല്ലാ സംഗതികളും നമുക്ക് അല്ലാഹുമായിട്ടുള്ള ബന്ധം ദൃഢമാണെങ്കിൽ ക്ഷമയുടെ ഭാഷം മുറിയാതെ പിടിച്ചുകൊണ്ട് അതൊക്കെ നന്മയുടെ ഏറ്റവും ഉന്നതമായ സൗഭാഗ്യങ്ങളായി മാറ്റാൻ കഴിയും ഇബ്രാഹിമിനെ പോലെ. അതാണ് മുഹമ്മദ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഓരോരോ മക്കയിൽ പീഡനങ്ങൾ അനുഭവിച്ചപ്പോ, തായിഫിൽ പോയി എറികണ്ടപ്പോ, ബദറിൽ കഷ്ടപ്പാട് സഹിച്ചപ്പോ, ഉഹദിലും ഹുനൈനിലും പരാജയം ഏറ്റുവാങ്ങി സഹാബാക്കൾ വിരണ്ടോടിയപ്പോ അവർക്കുണ്ടായ വേദനയുടെ രോദനത്തിന്റെ ബാക്കിപത്രം അനന്തമായ സ്വർഗമായിരുന്നു. അവർ സ്വർഗത്തിൽ അങ്ങനെ വിരാജിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒപ്പം അവർ കുറെ ആളുകളെ എണ്ണി പറഞ്ഞില്ലേ? അങ്ങനെ 10 ആളുകൾ എണ്ണി പറഞ്ഞു. അതുപോലെ ഒരുപാട് ആളുകൾ ഒറ്റയും തെറ്റയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെ നിതാന്തമായ ആ ശാന്തിയിലേക്ക്. അതാണ് ജീവിതത്തിലെ ചെറിയ ഓരോ സംഗതികൾ സ്വർഗത്തിന് വേണ്ടി മാറ്റിവെക്കാൻ സത്യവിശ്വാസികൾ സാധിക്കുന്നത്. അവിടെയാണ് വേണ്ടി. നിങ്ങൾ 1250 2500 രൂപ കൊടുത്തിട്ട് ഒന്നിലെ കൂട്ടം ചേർന്നുകൊണ്ട് ഞാനും ബലി കൊടുത്തിരിക്കുന്നു എന്ന് വിചാരിക്കണതിൽ ഒരു ബലിയുമില്ല. ഇറച്ചി കച്ചവടമാണുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് താല്പര്യങ്ങളെ ബലി കൊടുത്തില്ലെങ്കിൽ, അതുപോലെ വെള്ള വസ്ത്രമിട്ട് അവിടെ പൊരുക്കുന്നു, അവിടെ തവാഫ് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ ആഫ്രിക്കക്കാരൻ വന്ന് വീണാൽ അവന് ദേഷ്യം പിടിക്കും, ചവിട്ടും, പിടിക്കും. അവിടെ എന്നാരും തടയാൻ പാടില്ല. എല്ലാ തരത്തിലുള്ള ഓരോരുത്തരുടെ പൊങ്ങച്ചങ്ങളുണ്ടല്ലോ, ഭൗതികമായ അടയാളങ്ങൾ, അതെല്ലാം ഇറക്കി വെച്ചിട്ട് അള്ളാഹുവിന്റെ അടിമയാവാൻ, താല്പര്യങ്ങളുടെ അടിമയ്ക്ക് പകരം അള്ളാഹുവിന്റെ അടിമയാവാൻ തയ്യാറുള്ളവൻ അങ്ങോട്ട് വന്നാൽ മതി. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന് പറയുന്നത് തയ്യാറാണ് രക്ഷിതാവേ ഞാൻ നിന്റെ ഹുദൂദ് പാലിക്കാൻ, ശരീഅത്ത് പാലിക്കാൻ എന്നാണ് ആ തവാഫിന്റെ അർത്ഥം. അന്ന് ഹാജറ ഓടിയതുപോലെ, ജീവജലത്തിന് ഓടിയതുപോലെ ഈ ധർമ്മത്തിന്റെ പാതയിൽ ഞാൻ ഞാൻ കഠിനാധ്വാനത്തിന് തയ്യാറാണെന്ന പ്രഖ്യാപനമാണ് സഈയിലൂടെ ഉള്ളത്. ഇബ്രാഹിം ഒരുപാട് ത്യാഗം സഹിച്ചു. അവസാനം പുത്രനെ ബലി കൊടുത്തു. ഞാനും ഇതാ തയ്യാറാണ് എന്നാണ് ഉളഹിയത്ത്. ആ ഉളഹിയത്താണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. അതെ, നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറയാം. ആളുകൾക്ക് ഒന്ന് ഇറച്ചി കിട്ടാതെ, ഭക്ഷണം ഉണ്ടാവാതെ, അതൊന്നും അല്ലൊരു വിഷയമല്ല. അള്ള എടുത്ത് പറഞ്ഞു, നിങ്ങൾ വിതരണം ചെയ്യണം. മാംസവും അറുത്തൊഴിക്കുന്ന അതുപോലത്തെ രക്തം, അതൊന്നും അള്ളയിലുള്ള പ്രശ്നമില്ല. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറയുന്നത് ലഹൂമും ദമും, അവന്റെ രക്തവും ഒന്നും അല്ല, അതിലുള്ള തഖ്വാ മിൻകും, അതിനുള്ള നിങ്ങളുടെ സൂക്ഷ്മതയാണ്. ഇബ്രാഹിമിന്റെ മനസ്സ്, എല്ലാ കബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവിന്റെ ഇബ്രാഹിമിന്റെ മനസ്സുണ്ടല്ലോ, അത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് ആദം നബി മുതലുള്ള പ്രവാചകന്മാർക്ക് ഉണ്ടായിരുന്നത്. ആ പാത പിന്തുടർന്നുകൊണ്ടാണ് ഓണം നിങ്ങൾ ഈദുൽ അദ്ഹ, നിങ്ങൾ ഈദ്ഗാഹിലേക്ക് പോകുമ്പോ, അല്ലെങ്കിൽ ഈദുൽ അദ്ഹയ്ക്ക് സാധനം വാങ്ങുമ്പോ, ഈദുൽ അദ്ഹ ആഘോഷിക്കാൻ പോകുമ്പോ ഇങ്ങനെ ഒരുപാട് രോദനങ്ങളുടെ, വേദനകളുടെ, ബലിയുടെ കഥ ഇതിന്റെ സത്യവിശ്വാസത്തിന്റെ പാരമ്പര്യത്തിലുണ്ട്. അതിന്റെ യഥാർത്ഥത്തിൽ നിലനിർത്താനുള്ള ഒരു അവകാശം ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. എന്നിട്ട് അവര് വലമ്മ അസ്ലമ വകല്ലഹുൽ ജബീൻ, അന്നേരം നമുക്കിപ്പൊ കഥ അറിയാം, ഇബ്രാഹിം മകനെ അറുത്തില്ലാന്ന്. പക്ഷെ ഇബ്രാഹിം പിടിച്ചോണ്ട് പോകുമ്പോ വാപ്പക്കോ മോനോ അറിയില്ല, അത് അറപ്പ് പറ്റൂലെന്ന്. അങ്ങനെ അവിടെ പിടിച്ച് ചരിച്ച് കടത്തി, ജബീൻ നെറ്റിത്തടങ്ങനെ ചരിച്ച് കടത്തി അറുക്കാൻ വെച്ചു.
നമുക്ക് ആ ഒരു പാട്ടുണ്ടല്ലോ, വേഗം അറക്കാൻ പറയുന്ന ഒരു പാട്ടുണ്ടല്ലോ, അതൊക്കെ നമുക്കറിയാം. അങ്ങനെ അള്ളാഹു ആകാശത്ത് മലക്കുകൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നു, പ്രപഞ്ചം തന്നെ വിറങ്ങലിച്ച് നിൽക്കുന്നു. പിതാവ് സ്വന്തം മകനെ അള്ളാഹ്ക്ക് വേണ്ടി അറക്കാൻ പോകുന്നു. അവിടെ എല്ലാത്തിനും വലുത് അള്ളയാണ് എന്ന ആ യാഥാർത്ഥ്യം, അതാണ് സത്യം. അത് മാത്രമാണ് സത്യം, അതാണ് സത്യവിശ്വാസം എന്നുള്ളതാണ്. അങ്ങനെ കത്തിവെച്ചപ്പോ ഇബ്രാഹിം, അള്ള വിളിച്ചു, യാ ഇബ്രാഹിം, എന്റെ പ്രിയപ്പെട്ട ഇബ്രാഹിമേ, ഖദ് സദ്ദഖ്ത റുയ, നിന്റെ സ്വപ്നം നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, നല്ലവർക്ക് നാം നൽകുന്ന പ്രതിഫലം ഇങ്ങനെയാണ്. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, വ്യക്തമായ ഒരു പരീക്ഷ, നിന്റെ സത്യവിശ്വാസത്തിന്റെ ആഴം നാം ഒന്ന് പരീക്ഷിച്ചതാണ്. മഹത്തായ ഒരു ബലിമൃഗത്തെയാണ് അള്ളാഹു തലപ്പെടുത്തത് നമ്മളോട്. അന്ന് ഇബ്രാഹിമിന് ഒരു ബലിമൃഗത്തെ കൊടുക്കാതെ മൂത്ത മോനാർക്കണം വറുതാക്കിയിരുന്നെങ്കിൽ ആരെങ്കിലും ഉണ്ടാവോ എന്ന് അറഫയിൽ പോകാൻ? ഒറ്റൊരുത്തങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു, ആലോചിച്ചത് ആടെ കൊണ്ടുവന്ന് മൂത്ത മോനെ കൊണ്ട് അറക്കണം എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു മഹാകാരുണ്യം കൊണ്ട് ഇബ്രാഹിം അറക്കാൻ പോയപ്പോ അവിടെ പിടിച്ചു അറക്കണ്ട. ഇന്ന് മനുഷ്യനെ കുരുതി, ഞാൻ എന്റെ സൃഷ്ടികളെ കുരുതി കൊടുത്തിട്ട് രക്തം കാണാനുള്ള ഒരു സാഡിസ്റ്റ് ഒന്നുമല്ല നിങ്ങളെ രക്ഷിതാവ്. അതാണ് അള്ളാഹു പഠിപ്പിച്ചത്, കാരുണ്യവാനാണ്. പക്ഷെ നീ തയ്യാറുണ്ടോ? സത്യത്തിൽ കാര്യങ്ങളുടെ നിയന്ത്രണം രക്ഷിതാവിന്റെ കയ്യിലാണ്. അവനാണ് എനിക്ക് നന്മയും തിന്മയും തരുന്നത്, സുഖവും ദുഃഖവും തരുന്നത് എന്ന് അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? അതിനുവേണ്ടി നിന്റെ താല്പര്യങ്ങളെ ബലി കൊടുക്കാൻ തയ്യാറുണ്ടോ? ഒരുപാട് താല്പര്യങ്ങളുമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. ആ താല്പര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ബലി കൊടുക്കാൻ തയ്യാറുണ്ടോ? എങ്കിൽ നമുക്ക് ഏത് ലവഹുണ്ട്, അല്ലെങ്കിൽ ഏത് ലവഹയില്ല, അത് മറ്റേ ഈദ്ഗാഹുമില്ല, നിസ്കാരമില്ല, അറഫാമ്പുമില്ല, ഒന്നുമില്ല. അതൊക്കെ വെറുതെ ഇങ്ങനെ പറമ്പൂച്ചിന് കാണുകയാണ്. നമുക്ക് താല്പര്യങ്ങളെ വില കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, മനസ്സാ നിലയ്ക്ക് എത്താൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മൾ ഇബ്രാഹിമിനെ അനുസ്മരിക്കുന്നില്ല, പ്രവാചകനെ പിൻപറ്റുന്നില്ല, യാതൊന്നും ചെയ്യുന്നില്ല. ആരെയും കുറ്റപ്പെടുത്താനല്ല, വളരെ ശക്തമായ ഒരു വിമർശനമുണ്ട്, ആത്മവിമർശനം. ഞാനും നിങ്ങളും ഉൾപ്പെട്ട സമകാലിക സമൂഹത്തിലെ ആളുകൾ ഈ കാര്യങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും വഴിപാട് പോലെ ഖുർആനിൽ കുറെ ആയത്ത് പറഞ്ഞത് അങ്ങോട്ട് പറഞ്ഞ് ഒരു തക്ബീരും വിളിച്ച് ഒരു ബഹളം ഉണ്ടാക്കി ബക്രീദും ആഘോഷിച്ച് അങ്ങ് പോകാം എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. വളരെ കർക്കശമാണ് സംഭവം. നമ്മൾ താല്പര്യങ്ങളെ, നിങ്ങളുടെ ഇസ്മായിലിന് ആർക്കാണ്? നിങ്ങളുടെ ഇസ്മായിൽ ചിലപ്പോൾ കുട്ടിയായിരിക്കില്ല, ഭാര്യ ആയിരിക്കില്ല, ചിലപ്പോൾ സ്വത്തായിരിക്കും. നിങ്ങളുടെ ഇസ്മായിൽ ചില സ്ഥാനമായിരിക്കും. എന്റെ ഇസ്മായിൽ എന്താണെന്ന് എനിക്കൊരു നിശ്ചയം ഉണ്ടാവില്ല. ചിലപ്പോ ഓരോന്നിനും ഇങ്ങനെ താല്പര്യങ്ങൾ മാറി മാറിപ്പോകും. അതുകൊണ്ട് നമ്മുടെ താല്പര്യങ്ങളെ ബലി കൊടുക്കാൻ, ഇവിടെ താല്പര്യങ്ങളെയാണല്ലോ ഒരുപാട് ആചാരങ്ങൾ ഉണ്ടാക്കുന്നത്. നമുക്ക് കുറെ താല്പര്യങ്ങളുണ്ട്, പൊങ്ങച്ചങ്ങളുണ്ട്, അതാണ് ആചാരങ്ങളായി മാറുന്ന. ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളായി, അത് പിന്നെ ആരാധനകളായി മാറുന്നതാണ്. നമ്മുടെ നാടും പറഞ്ഞ് പരിശോധിച്ച് നോക്കിയാൽ ചില താല്പര്യങ്ങൾ പൊങ്ങാനും ആളാവാനും ഒക്കെ ഉള്ള ചില സംഗതികൾ, സദ്യകൾ, അതുകൾ ഇതൊക്കെ ഉണ്ടാക്കി ആചാരങ്ങളാക്കും. പിന്നെ അത് ഒഴിച്ചുകൂടാനാത്ത അനുഷ്ഠാനങ്ങളാക്കും. അടുത്ത തലമുറയ്ക്ക് അത് ആരാധനയാവും. അല്ലാതെ യാതൊന്നും ആവശ്യമില്ല കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇതൊന്നും ആവശ്യമില്ല. അല്ല പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ അല്ലാഹുവാണ്, കാര്യങ്ങൾ അവനാണ് നിയന്ത്രിക്കുന്നത്. സഹായം വേണമെങ്കിൽ അവനോട് മാത്രം ചോദിക്കുക. നിങ്ങളുടെ എല്ലാ താല്പര്യങ്ങളുടെയും നിയന്ത്രണം അല്ലാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് യഥാർത്ഥ താല്പര്യം അവനിൽ തന്നെ സ്വീകരിക്കുക. അവനെ വിട്ടിട്ട് പിശാചിന്റെ ചവിട്ടടിപ്പാടുകളെ പിന്തുടർന്ന് പിശാചിന്റെ താല്പര്യങ്ങളുടെ ഇങ്ങനെ തരത്തിലുള്ള പൊങ്ങച്ചവും അതുപോലെ തന്നെ ലോകമാന്യതയ്ക്ക് വേണ്ടിയുള്ള എല്ലാ തരം പ്രവർത്തനങ്ങളും പിശാചിന്റെ താല്പര്യങ്ങളിൽപ്പെട്ടതാണ്. അതിനുവേണ്ടിയാണ് മനസ്സ് വെമ്പുന്നെങ്കിൽ മനസ്സ് ഇസ്ലാമായിട്ടില്ല. മനസ്സ് ഇസ്ലാമാണ്, ശരീരം ഇസ്ലാമായതുകൊണ്ട് ബാത്റൂം ലാറ്റിൻ ആറ്റിനികളെ പോലെ ഇരിക്കും. നല്ല ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഏറ്റവും നല്ല മാർബിൾ ഒട്ടിച്ചിട്ടുണ്ടാകും. പക്ഷെ അകത്ത് മറ്റതാണ് എന്നതുപോലെയാ. മനസ്സ് ഇസ്ലാമാവാതെ മനുഷ്യൻ ഇസ്ലാമാവില്ല എന്നുള്ളതാണ്. ആധുനിക, അതായത് കക്കൂസിനുള്ള ഒരു രീതി ഉണ്ടല്ലോ, അത് മനുഷ്യന് ആവശ്യമില്ല എന്നാണ്. അകവും പുറവും നന്നായിരിക്കണം എന്നതാണ്. അപ്പൊ മനസ്സ് ശുദ്ധീകരിക്കാൻ, തസ്കിയത്ത് നഫ്സ് ഉണ്ടാക്കാൻ, ഇങ്ങനെ പഴയ പാരമ്പര്യം ഓർക്കാൻ, അന്തസ്സുള്ള പാരമ്പര്യം ഓർക്കാൻ, ഈ പ്രപഞ്ചത്തിന്റെ നാഥന്റെ യഥാർത്ഥത്തിലുള്ള സത്യത്തിന്റെ പാതയുടെ പാരമ്പര്യം അണമുറിയാതെ ഇഴപെട്ടാതെ ഇങ്ങനെ തലമുറകളായി കടത്തി നമ്മുടെ കയ്യിലെത്തിച്ച ആ സത്യവിശ്വാസത്തിന്റെ പാരമ്പര്യം അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കാനാണ് ബക്രീദ് പ്രയോജനപ്പെടുത്തേണ്ടത്. അതിനുവേണ്ടിയായിരിക്കണം എല്ലാ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും. അതിന് കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹു മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد
محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم ارض عن أبو بكر وعمر وعثمان وعلي وبقية أصحاب رسول الله أجمعين കാരുണ്യവാനായ തമ്പുരാനെ നിങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും തോന്നുന്ന പ്രാർത്ഥന തമ്പുരാനെ നിങ്ങളുടെ വിശ്വാസികളും തമ്പുരാനെ ആ കാലങ്ങളിൽ നിങ്ങളുടെ അടുത്തെത്തിയ ആളുകളുടെ ജീവിതം പ്രകാശപൂരിതമായ ജീവിതമാക്കാൻ തമ്പുരാനെ ജീവിതത്തിന് നമുക്ക് ഇതാഴത്തിന്റെ തമ്പുരാനെ അല്ലാഹു ലോകത്തിന്റെ നാനാഭാഗത്തും അവിടെ ഹജ്ജിന് വന്ന ആളുകൾക്ക് ഏറ്റവും ഉത്തമമായ ഹജ്ജ് യാത്ര സംവിധാനം സൗകര്യപ്പെട്ടുകൊണ്ട് തമ്പുരാനെ അവരുടെ ഹജ്ജ് സ്വീകരിക്കുന്ന തമ്പുരാനെ അവർ ലോകത്തിന്റെ ആളുകൾക്ക് വേണ്ടി ഞങ്ങൾക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വീകരിക്കുന്ന തമ്പുരാനെ അല്ലാഹു അവരുടെ സന്തോഷവും സമാധാനവും സംതൃപ്തവുമായ സ്വീകാര്യമായ ഹജ്ജിൽ നീ അവസരപ്പെടുന്ന തമ്പുരാനെ ഹജ്ജിന്റെ നാളുകളിലുള്ള അനർത്ഥങ്ങളും പ്രയാസങ്ങളും നീ ഒഴിവാക്കി തരണേ തമ്പുരാനെ റഹ്മാനായ തമ്പുരാനെ നാട്ടിൽ ശാന്തിയും സമാധാനവും തരണേ തമ്പുരാനെ അല്ലാഹുവിന്റെ ഹൃദയ വിശാലത തരണേ തമ്പുരാനെ ഞങ്ങളുടെ ആരോഗ്യ ശരിയായ നിലയിൽ നിലനിർത്തണേ തമ്പുരാനെ സന്താനങ്ങളിലും സമ്പത്തിലും നന്മ വർദ്ധിച്ചേർന്ന തമ്പുരാനെ മാനസികമായും ശാരീരികമായുള്ള പ്രയാസങ്ങളും മാറ്റിത്തരണേ തമ്പുരാനെ നല്ല ആരോഗ്യം തരണേ തമ്പുരാനെ റഹ്മാനായ തമ്പുരാനെ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആനെ യഥാവിധി പഠിക്കാനും മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ ഞങ്ങളുടെ രോഗികളെ ഞങ്ങളുടെ രോഗങ്ങളുള്ള ആളുകളെ രോഗികളെ ശിഫാ കൊടുക്കണേ തമ്പുരാനെ അല്ലാഹുവേ എല്ലാ തരത്തിലുള്ള രോഗികളെ ശിഫാ കൊടുക്കണേ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് നീ ആശ്വാസം നൽകണേ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ആളുകൾക്കും നീ ഹിദായത്ത് എപ്പോഴും നിലനിർത്തണേ തമ്പുരാനെ ഹൃദയം നീയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് എല്ലാ സന്ദർഭത്തിലും ജീവിക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ അല്ലാഹുവേ പ്രധാന നാടുകളിൽ കൂടുതൽ കൂടുതൽ ഓർക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ അല്ലാഹുവേ വഴിതെറ്റിപ്പോകാതെ എപ്പോഴും കാക്കണേ തമ്പുരാനെ ഭവിഷ്യാധിക ദൗർബോധനങ്ങൾക്ക് ഞങ്ങളെ കൂടുതൽ റഹ്മാനായ തമ്പുരാനെ എപ്പോഴും നിന്നുള്ള കാവൽ ഏർപ്പെടുത്തി തരണേ തമ്പുരാനെ എന്റെ മലക്കുകളെ ഹിദായത്തിന് വേണ്ടി ഞങ്ങൾക്ക് നീ നിയമിച്ചു തരണേ തമ്പുരാനെ ഞങ്ങളത് നീ സ്വീകരിക്കണേ നാഥ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم انصر أعمال المجاهدين في كل أماكن يا أرحم الراحمين ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم وآخر دعوانا الحمد لله رب العالمين